hello, good morning. Welcome back to LKG Max class. നമ്മൾ LKG Max classൽ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? We are learning about two-digit numbers. നമ്മൾ two-digit numbersനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ആണ്. Two-digit numbersനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? Two-digit numbers എന്ന് പറഞ്ഞാൽ there are two digits അല്ലേ? രണ്ട് numbers ഉള്ള numbers ആണ് two-digit numbers അല്ലേ? ഓക്കെ, അതില് ഫസ്റ്റ് നമ്പർ ഏതായിരുന്നു? 11ഓ? തെറ്റിപ്പോയി, 11 അല്ല. നമ്മൾ ഇത്തവണ പഠിച്ചത് 11 ആണ്. പക്ഷെ നമ്മൾ മുമ്പേ ആരെ പഠിച്ചിട്ടുണ്ട്? ദ നമ്പർ 10 പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. ദ നമ്പർ 10 പഠിച്ചിട്ടുണ്ട്. നമ്പർ 10 ആണ് ഫസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ. ഓക്കെ, അത് കഴിഞ്ഞാണ് ആര് വരുന്നത്? 11 വരുന്നത്. അവിടെ ആരുണ്ട്? 10ല് 1ഉം 0ഉം ഉണ്ട്. അപ്പൊ അവരല്ലേ ഫസ്റ്റത്തെ. അത് കഴിഞ്ഞാണ് പിന്നെ ആര് വരുന്നത്? 11 വരുന്നേ. 1 1 11 1 2 12. ഇനി നമുക്ക് പുതിയൊരു നമ്പർ പഠിച്ചാലോ? 12 കഴിഞ്ഞ ആരാണെന്ന് അറിയാമോ? അതറിയാൻ നിങ്ങളുടെ പേജ് നമ്പർ 59 എടുക്കൂ. 59 എടുത്തോ? എടുത്തില്ല? വേഗം എടുക്കൂ. എടുത്താൽ അതിന് ടോപ്പിലായിട്ട് ഒരു ബോക്സിനുള്ളിൽ കുറെ ബോൾസ് കാണാലോ. കൗണ്ട് ചെയ്യൂ. 1 2 3 4 5 6 7 8 9 10 11 12 and then ara then 13. That is the number 13. 12 കഴിഞ്ഞ അടുത്തൊരാൾ കൂടെ ചേർന്നാൽ, ഒരാൾ കൂടെ ആഡ് ആയാൽ അതെന്താണ്? 13 ആണ്. എന്താണ്? 13 ആണ്. 12ന് കൂടെ ഒരു ബോൾ കൂടെ ചേർത്ത് വെച്ചപ്പോൾ അത് എത്രയായി? 13 ആയി. The new number 13. We learn the new number 13. The spells of 13 is THIRTEEN. THIRTEEN. 13. 13 എഴുതുന്നത് എങ്ങനെയാണ്? The number 1 then 3 ഇത് രണ്ടും ചേർത്ത് എഴുതിയാൽ the number 13. The number 13. 1 3 13. THIRTEEN. 13. Okay, this is the number 13. And then ഇനി എന്തു ചെയ്യണം? നമ്മൾ 13 എന്ന നമ്പർ എന്താണെന്ന് കേട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ പ്രാക്ടീസ് ചെയ്യണം. ഹൗ ടു റൈറ്റ് ദ നമ്പർ 13 എന്ന്. 1 എഴുതുക, 3 എഴുതുക, 1 എഴുതുക, 3 എഴുതുക. അങ്ങനെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. സ്ലൈറ്റിൽ പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പേജ് നമ്പർ 59 അത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു പേജ് ഉണ്ട്, അവിടെ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ വർക്ക് ബുക്കിൽ അതിനുള്ള പേജ് ഉണ്ടെങ്കിൽ അവിടെ പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം? സ്പെൽസ് ബൈ ഹാർട്ട് ചെയ്യാം. പറഞ്ഞു നോക്കണം 13 എന്ന് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അമ്മയ്ക്ക് പറഞ്ഞു കേൾപ്പിക്കണം, അച്ഛയ്ക്ക് പറഞ്ഞു കേൾപ്പിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? നിങ്ങളത് പഠിച്ചു എന്ന് ഉറപ്പിക്കണം. ഓക്കെ, നമുക്ക് പുതിയ നമ്പർ പഠിക്കാം. 13 കഴിഞ്ഞുള്ള ആളെ പഠിക്കണ്ടേ? അതിനായിട്ട് നെക്സ്റ്റ് വീണ്ടും ഒരു ബോക്സ് ഉണ്ടല്ലോ താഴത്ത്. ആ ബോക്സിനകത്തുള്ള ബോൾസ് ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 11 12 13 10. And who is the new number? Who is the new number? ആരാണ് പുതിയ നമ്പർ? Who is that? He is the number 14. He is the number 14. He is the number 14. Okay, here is the number 14 and he is the number 14. Number 14, how to write the number 14? 1 then 4. The fourth number 4. 1 then 4. 1 4 1 4 14. 1 4 14. 14 spells എന്താ? FOURTEEN. FOURTEEN. 14. Okay, so we learned the new number 13. നമ്മൾ പുതിയ നമ്പറായ 14 പഠിച്ചു. ഓക്കെ, നമ്മൾ പുതിയ നമ്പറായ 14ഉം പഠിച്ചു, 13ഉം പഠിച്ചു. ആദ്യം ഏതാ പഠിച്ചത്? 13, പിന്നെ 14. ഇനി നമ്മൾ ന്യൂ നമ്പർ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, ബൈ ബൈ.